നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന പ്രസിഡന്റായി കേരളത്തിലേക്ക് വന്നു. അതിനു മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഒരു പത്രം തുടങ്ങാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്ന തരത്തിൽ പല വാർത്തകളും വന്നിരുന്നു. ഏഷ്യാനെറ്റ് അദ്ദേഹത്തിൻ്റെ ചാനലാണ്. അപ്പോൾ ഏഷ്യാനെറ്റ് ചാനലിന് ശേഷം അദ്ദേഹം ഒരു മാധ്യമ സ്ഥാപനം, പ്രത്യേകിച്ച് ഒരു പത്രസ്ഥാപനം കൂടി സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുൻനിരയിൽ നിന്നിരുന്നൊരു പത്രം അടുത്ത കാലത്തായി അല്പം പിന്നാക്കം പോയെങ്കിലും ആ പത്രം ഏറ്റെടുക്കാനുള്ള ഒരു കരാറായി എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മംഗളം പത്രം രാജീവ് ചന്ദ്രശേഖറിന്റെ കമ്പനി ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്വന്തമാക്കാൻ കരാർ വെച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏതായാലും മംഗളം പത്രത്തെ സംബന്ധിച്ച് നമുക്കറിയാം, മംഗളം ഒരു ചാനലൊക്കെ തുടങ്ങിയിരുന്നു ഇടയ്ക്ക്. പത്രത്തിന്റെ പത്രവുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു ചാനലും തുടങ്ങിയിരുന്നത്. നമുക്ക് തമ്പാനൂർ തന്നെയാണ് ഓഫീസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അരിസ്റ്റോ ജംഗ്ഷനിൽ BJP ഓഫീസിന് തൊട്ടടുത്ത് അരിസ്റ്റോ ജംഗ്ഷനിലായിരുന്നു ഓഫീസ് ഉണ്ടായിരുന്നത്. ഒരു വാർത്തയെ തുടർന്ന്, ശശീന്ദ്രൻ്റെ ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയെ തുടർന്ന് ആ ചാനൽ പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിൻ്റെ എഡിറ്റോറിയൽ മേധാവികൾ അടക്കമുള്ളവർ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഏതായാലും മംഗളം പത്രം ഇപ്പോൾ റിവൈവലിൻ്റെ പാതയിലേക്ക് എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മംഗളം പത്രം കൂടി രാജീവ് ചന്ദ്രശേഖർ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. BJPക്ക് സ്വന്തമായ ഒരു മുഖപത്രമുണ്ട്. സ്വന്തം പത്രം, BJPയുടെ പത്രം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു പത്രം എന്ന് പറയുന്നത് BJPയുടെ പത്രം അല്ലെങ്കിൽ പോലും RSSന്റെ ഓണർഷിപ്പുള്ള പത്രമാണ് ജന്മഭൂമി. മാതൃകാ പ്രചരണാലയം ലിമിറ്റഡാണ് അതിൻ്റെ സ്ഥാപകർ. അതാണ് അവരുടെ കമ്പനിയാണ് ജന്മഭൂമി ദിനപത്രം നടത്തുന്നത്. അതുകൊണ്ട് ജന്മഭൂമി BJPയുടെ പത്രമാണ്, മുഖപത്രം എന്ന് പറയാൻ കഴിയില്ല. RSSന്റെ മുഖപത്രമാണ് ജന്മഭൂമി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJPക്ക് കുറച്ചുകൂടി പ്രാമുഖ്യമുള്ള വാർത്തകൾ വരിക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഏഷ്യാനെറ്റ് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് ആകാനുള്ള സാധ്യതയാണുള്ളത്. അദ്ദേഹം ഒരുപാട് വർഷങ്ങളായി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പത്രവും കൂടി തുടങ്ങാനുള്ള, മാധ്യമരംഗത്ത് കുറച്ചുകൂടി ഫ്ലറിഷ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ കാണണം അതിനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ BJPക്ക് വേണ്ടി വാർത്ത ചെയ്യാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രാമുഖ്യം കിട്ടുന്ന രീതിയിൽ വാർത്തകൾ ചമയ്ക്കാനോ ആകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്രമാകുമ്പോൾ ഒരുപക്ഷെ എന്തെങ്കിലും പ്രാധാന്യമൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടാകാം എന്ന് നമുക്ക് ചിന്തിക്കാമെങ്കിലും അദ്ദേഹം അത്തരം ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏഷ്യാനെറ്റിലാണെങ്കിലും പ്രൊഫഷണലിസം തന്നെ മുൻനിർത്തിക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇതിനിടയിൽ മറ്റൊരു വിവാദം കൂടിയുണ്ടായി. ഏഷ്യാനെറ്റിൻ്റെ ഓൺലൈനിൽ നിന്ന് ചിലരെ പിരിച്ചുവിടാൻ പോകുന്ന തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായി. അത്തരത്തിലുള്ള വിവാദങ്ങളെയൊക്കെ പിന്നീട് അത് വെറുതെ എവിടെ നിന്നോ അഴിച്ചുവിട്ടൊരു വിവാദമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ പറയപ്പെടുന്ന കാര്യം. ഏതായാലും മംഗളം ദിനപത്രം കൂടി രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നല്ല നല്ല മാധ്യമ സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ടാവണം. പ്രത്യേകിച്ച് കേരളത്തിന്റെ ഒന്നാം നിരയിലേക്ക് നിൽക്കുന്ന ഒരു മാധ്യമ സ്ഥാപനം, ഏഷ്യാനെറ്റ് പോലുള്ള സ്ഥാപനം ഇത്രയും നാൾ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്ന ഒരാളെന്ന രീതിയിൽ മംഗളം ദിനപത്രത്തിനും അത്തരത്തിൽ മുന്നോട്ട് നടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു അവസരമായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും എല്ലാവിധ ആശംസകളും. മംഗളം പത്രം ഒരുപാട് തൊഴിലാളികളുടെ ആശ്രയമായിരുന്ന ഒരു പത്രം പെട്ടെന്ന് ഇല്ലാതായി പോവുകയും അല്ലെങ്കിൽ അത്തരത്തിലൊരു ചാനൽ ഇല്ലാതായി പോവുകയും ഒക്കെ ചെയ്തപ്പോൾ കേരളത്തിലെ തൊഴിലാളികൾ, ഒരുപാട് ജേർണലിസ്റ്റുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ടായി. ഏതായാലും അത്തരം ശ്രമങ്ങൾ ഇല്ലാതാവുകയും പുതിയ പുതിയ മാധ്യമ സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളും കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങളും ഒക്കെ കേരളത്തിലെ ജേർണലിസ്റ്റുകളെയും തേടിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും വളരെ നല്ല കാര്യമാണ് അങ്ങനെ ഈ വാർത്ത പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വളരെ നല്ലൊരു കാര്യം തന്നെയാണ് അത്തരമൊരു പത്രം, വർഷങ്ങളുടെ പാരമ്പര്യമുള്ളൊരു പത്രം ഏറ്റെടുത്ത് ആ പത്രത്തെ നന്നാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഏതായാലും അദ്ദേഹത്തിനും പത്രത്തിനുമൊക്കെ വിജയാശംസകൾ.